ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നമ്മളൊരു ചലഞ്ചുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗസ് ദ ലെറ്റർ ചലഞ്ച്. ഈ സ്ലേറ്റിൽ ഞാൻ A to Z ABCDയിൽ ഒരു ലെറ്റർ എഴുതും. അപ്പോൾ അത് ആദ്യം ഞാൻ കുഞ്ഞാറ്റോടെ ചോദിക്കുന്നത്, ഞാനിവിടെ ഏത് ലെറ്ററാണോ എഴുതിയത് അത് ആരാണോ പറയുന്നത് അത് കറക്റ്റായിട്ട് പറയണം. അവർക്ക് ഓരോ ഇതിലും സമ്മാനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. സമ്മതിച്ചല്ലോ? അപ്പോൾ തുടങ്ങിയാലോ? അപ്പം ഞാൻ ആദ്യം എഴുതാൻ പോണ അക്ഷരം പറഞ്ഞോ? തെറ്റിപ്പോയി. അപ്പോൾ കുഞ്ഞ് പറഞ്ഞേ യെസ്, ഇസഡ്. കണ്ടോ? ഇസഡ് ഫോർ സീബ്ര. അവള് പറഞ്ഞാ ശരി. ഓക്കെ, അടുത്ത ലെറ്റർ എഴുതാട്ടോ. സമ്മാനം കൊടുത്തില്ലല്ലോ. ശരിയാ. 5 ഇവിടെ സ്കോറിൻ്റെ ഒരു ഇതും കൂടെ എഴുതി വെക്കാം. സേറ, ദ്രോണയ്ക്ക് ഇപ്പം 1 പോയിന്റ് കിട്ടി. അപ്പോൾ അടുത്ത ലെറ്റർ ഞാൻ എഴുതാം കേട്ടോ. അടുത്ത ലെറ്റർ കണ്ടല്ലോ എല്ലാവരും? ഇതാണ് ഞാൻ എഴുതിയത്. വലുതായിട്ട് എഴുതാം കേട്ടോ. അപ്പോൾ കുഞ്ഞ് പറഞ്ഞേ ഞാൻ ഏത് ലെറ്ററാണ് എഴുതിയെന്ന്. ഇവൻ കൈയുടെ മൂവ്മെൻറ്റ് ശ്രദ്ധിക്കണുണ്ട്. ഈ ആണ് അതിന് മനസ്സിലായി. അപ്പോൾ കുഞ്ഞ് കറക്റ്റായിട്ട് പറഞ്ഞു. അപ്പോൾ കുഞ്ഞിന് വീണ്ടും 1 പോയിന്റ്. ഇനി അടുത്ത ഞാൻ എഴുതി. സേറക്കുട്ടി പറഞ്ഞ് ഏതക്ഷരമായിരിക്കും ഞാൻ എഴുതിയേ? തെറ്റിപ്പോയി. ദ്രോണ പറഞ്ഞേ യെസ്. ഇവൻ പിന്നെയും കറക്റ്റായിട്ട് ഓക്കെ. അടുത്ത കുഞ്ഞിനോട് ഞാൻ കഴിക്കാതെ. ഇപ്പം 3 മാർക്കുണ്ട്. 5-ലാട്ടോ. അടുത്ത ലെറ്റർ ചേർക്കുഞ്ഞ് പറഞ്ഞ ഏതക്ഷരമാ? ഓ സോറി, തെറ്റിപ്പോയി. അപ്പു കുഞ്ഞ് പറ. അപ്പു കുഞ്ഞിനും തെറ്റിപ്പോയി. ഞാൻ എഴുതിയത് C ആയിരുന്നു. ആരാണെങ്കിലും പറഞ്ഞു. അടുത്ത ലെറ്റർ ഞാൻ എഴുതിയിട്ടുണ്ട്. സോറി, തെറ്റിപ്പോയി. കുഞ്ഞാറ്റയ്ക്ക് ഇപ്പം എത്ര? 1 2 3 4 മുട്ട. F അല്ല. ഞാൻ എഴുതിയത് P. ഇനി അടുത്തത് ഏതായിരിക്കും എഴുതിയേ? 2 പേർക്കും തെറ്റി. ഞാൻ B എഴുതി. കുട്ടിയില്ലേ, എനിക്ക് തോന്നി എന്ന് പറയണല്ലേ. അടുത്തതെന്നാ എഴുതാ. അടുത്ത അക്ഷരം എഴുതി ഞാൻ. തെറ്റിപ്പോയി. T. അടുത്ത ഞാൻ എഴുതാം. ഓക്കേ, തെറ്റി. ഇനി മാർക്കിടാൻ സ്ഥലമില്ല. 2 പേർക്കും മുട്ട. D. ഇനി എന്നാ 1 2 3 ഒരെണ്ണം എഴുതട്ടെ. 1 മുതൽ 10 വരെ ഉള്ളതേ എഴുതുള്ളൂ. ഇപ്പൊ ലെറ്റർ ആക്കാം. പറയണം കേട്ടോ. കുഞ്ഞാറ്റ പറഞ്ഞേ. 7 അല്ല, 2 ആയിരുന്നു. പറഞ്ഞേ കുഞ്ഞാറ്റെ. കുഞ്ഞ് പറഞ്ഞേ. കുഞ്ഞാറ്റ പറഞ്ഞ ശരി. 3. കുഞ്ഞാറ്റയ്ക്ക് 1 മാർക്ക് കിട്ടി. ചേർക്ക്. ഇനി അടുത്തത്. അപ്പൊ കുഞ്ഞ് പറ. 8. കുഞ്ഞാറ്റ പറയല്ലേ. 5 ആയിരുന്നു. തെറ്റിപ്പോയി. ദ്രോണയ്ക്ക് എവിടെ ഇനി മാർക്കിടും? 0. അടുത്ത അക്ഷരം എഴുതാട്ടോ. അല്ല, അടുത്ത നമ്പർ എഴുതാം. പറ കുഞ്ഞാറ്റ പറ. വെച്ചേ. സേറയ്ക്ക് ഇപ്പം 2 മാർക്കേ ആയുള്ളൂ. ചേട്ടായിക്ക് 3 മാർക്ക്.
അടുത്ത പറയട്ടോ, പറഞ്ഞു. അല്ല, കറക്റ്റ് കറക്റ്റ്. അതിന് അവള് 6 കഴിഞ്ഞ് 7 പറഞ്ഞു. ഇനി ശേറക്കുട്ടിക്ക് 3, ദ്രോണയ്ക്ക് 3. ഇനി അടുത്തത് പറഞ്ഞു. ദ്രോണ പറ. ആണോ? എന്നാ കുഞ്ഞാറ്റയാ പറഞ്ഞു. അല്ല, 9. യെസ്, കണ്ടോ? ഇപ്പം ദ്രോണയ്ക്ക് 4 മാർക്ക്. ഇനി അടുത്തത്. യെസ്, പറഞ്ഞോ. തെറ്റിപ്പോയി. യെസ്, 1 ആണ്. അപ്പം ആരാ ജയിച്ചേ? 1 2 3 4 5. അല്ല, എനിക്ക് ചോക്ലേറ്റ്സ് ഒക്കെ ഒത്തിരി കൊടുക്കാൻ മേലാത്തതുകൊണ്ട് ചെറിയൊരു പാക്കറ്റ് ആക്കി. ഇനി ഇത് അടുത്ത ചലഞ്ചിൽ ഈ ചോക്ലേറ്റും കാണുകയില്ല. പഠിക്കാൻ ആവശ്യമായ ബോക്സോ സാധനങ്ങളോ ക്രയോൺസോ അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ഗിഫ്റ്റ്. അപ്പം ഈ സമ്മാനം നമുക്ക് ദ്രോണയ്ക്ക് കൊടുക്കുന്ന ആരാ? ശേറക്കുട്ടി. വയ്യ, ഇറങ്ങി വാ, എണീറ്റ്. കിൻഡർ ജോയുടെ ചോക്കോൺസ് മേടിച്ചോ. ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു ദ്രോണ. അപ്പൊ ഈ ശേറക്കുട്ടിക്ക് സമ്മാനം ഒന്നും ഇല്ലല്ലോ, എന്നാ ചെയ്യും? ഇത് ഞാൻ ശേറക്കുട്ടിക്ക് കൊടുക്കും. ശേറക്കുട്ടി എനിക്ക് കുറച്ചൊക്കെ ബാക്കി തരും. ഇതിനകത്ത് 4 എണ്ണം ഉണ്ട്. 2 എണ്ണം എനിക്ക്, 2 എണ്ണം. ഓക്കെ, അപ്പൊ എനിക്കില്ലേ? ഞാനല്ലേ മത്സരം നടത്തിയേ. അപ്പൊ എനിക്കൊന്നും ഇല്ലേ? ഞാനല്ലേ മത്സരം നടത്തി. ആ അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും